ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യത. കേരളത്തിൽ അടുത്ത 5 ദിവസം കൂടി വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. ഒരു ഷട്ടറിന്റെ വാൽവ് തുറക്കാത്തതിനാൽ പ്രശ്നം പരിഹരിക്കാൻ ശ്രമം തുടങ്ങി. നെടുങ്കണ്ടത്ത് വൻ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കൻ കേരളത്തിലും മഴ ശക്തമായി തുടരുകയാണ്. കണ്ണൂർ കുപ്പത്ത് ദേശീയപാത നിർമ്മാണ മേഖലയിൽ വീണ്ടും മണ്ണിടിഞ്ഞു. മഴ ശക്തമായതോടെ കോഴിക്കോട് മാവൂരിൽ വെള്ളപ്പൊക്കം ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. എന്തായാലും സംസ്ഥാനത്താകെ വലിയ മഴക്കെടുതികൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഇടുക്കിയിലെ സാഹചര്യം എങ്ങനെയാണ് നിലവിൽ? ഇപ്പോൾ ഈ അതിശക്തമായ മഴയ്ക്ക് പുറമെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുമ്പോൾ ഒരുപക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ മഴ തന്നെയാകും ഉണ്ടാകുക. എന്തെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. ജില്ലയുടെ മലയോര മേഖലയിലാണ് ഇപ്പോൾ കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രധാനമായും ഇന്നലെ ശക്തമായ മഴയാണ് ഇടുക്കി ജില്ലയിൽ പരക്കെ പെയ്തിരുന്നത്. ഇന്നലെ അർദ്ധരാത്രി വരെയും മഴയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ സമയം എല്ലാ മേഖലകളിലും നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ പോലും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആശങ്ക ഒഴിയാത്തൊരു സാഹചര്യമാണ് ഇടുക്കി ജില്ലയിലുള്ളത്. എന്തായാലും ഈ നിലവിൽ മലങ്കര ഡാമിലെ ഷട്ടറുകൾ നിലവിൽ ഉയർത്താൻ, അതായത് കൂടുതൽ ഉയർത്താനുള്ളൊരു തീരുമാനം, നിലവിൽ കൂടുതൽ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനമായും രാവിലെ 7 മണിയോട് കൂടിയാണ് ഈ ഒരു ഡാമിന്റെ ഷട്ടറുകൾ 1.5 മീറ്റർ കൂടി ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് ഡാമിലേക്കുള്ള നീരൊഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നടപടി. നിലവിൽ 3 ഷട്ടറുകൾ ഉയർത്തി 1.5 സെന്റിമീറ്റർ കൂടി ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ മലങ്കര ഡാമിന്റെ ഒരു ഷട്ടർ തകരാറിലാണ്. ഈ ഷട്ടർ ഒരു തരത്തിലും തുറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. 6 ഷട്ടറുകളാണ് ഈ മലങ്കര ഡാമിലുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഷട്ടറാണ് ഇത്തരത്തിൽ ഈ തകരാറിലായിട്ടുള്ളത്. ഈ ഡാമിന്റെ സ്റ്റോപ്പ് പ്ലേറ്റ് പൊട്ടിപ്പോയതാണ് ഇത്തരത്തിൽ തകരാറുണ്ടാകാൻ കാരണമെന്നുള്ളതാണ് ജലസേചന വകുപ്പ് നൽകുന്ന ഒരു വ്യക്തമാക്കുന്നത്. ഇതിൽ വാർഷിക അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാത്തതാണ് ഇത്തരത്തിൽ ഈ ഒരു തകരാറുണ്ടാകാൻ കാരണമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് അവർ നൽകുന്ന ഒരു വിശദീകരണം എന്നുള്ളത്, ഈ മഴക്കാലം നേരത്തെ എത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാതെ പോയത് എന്നുള്ളൊരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ജലസേചന വകുപ്പ് നൽകുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഡാമിന്റെ 1ാമത്തെ നമ്പർ ഷട്ടറിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള നടപടികളിലേക്ക് നിലവിൽ അവർ കടന്നിട്ടുമുണ്ട്. എന്തായാലും ഈ മൂവാറ്റുപുഴയാറിന്റെയും അതുപോലെ തന്നെ തൊടുപുഴയാറിന്റെ തീരപ്രദേശത്തുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ആദ്യഘട്ടത്തിൽ തന്നെ ഒരു മുന്നറിയിപ്പില്ലാതെ ഈ മലങ്കര ഡാം തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ. അത്തരത്തിൽ ഈ ഒരു ഡാം തുറന്നതോടുകൂടി ഈ 2 ആറ്റിലെയും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ആളുകൾ വലിയ ആശങ്കയിലാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് നിലവിൽ ഇപ്പോൾ ഷട്ടർ കൂടുതൽ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പുഴകൾ കരകവിഞ്ഞൊഴുകാനുള്ള ഒരു സാധ്യത നിലവിലില്ല. മഴ ഇനിയും ശക്തി പ്രാപിക്കുകയാണെങ്കിൽ കൂടുതൽ അപകടകരമായ സാഹചര്യത്തിലേക്ക് ഈ നദികൾ എത്തുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മലയോര മേഖലയിലേക്ക് എത്തിയാൽ വ്യാപകമായ നാശനഷ്ടം കാറ്റിലും മഴയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും മരം ഒടിഞ്ഞു വീണും അതുപോലെ തന്നെ മണ്ണിടിഞ്ഞുമാണ് ഈ മലയോര മേഖലയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രി മാങ്കുളത്താണ് 2ഇടങ്ങളിലായി മരം വീണ് ഒരു ബസ്സിന് മുകളിലേക്കും അതുപോലെ തന്നെ ഒരു കാറിന് മുകളിലേക്കും മരം വീണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പക്ഷേ ഈ മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകരാറിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കൂടാതെ അടിമാലി 6ാം മൈൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗത്തും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും മരം വീഴ്ചയും ഉണ്ടായി. ശേഷം രാത്രി തന്നെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നെടുങ്കണ്ടം ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വൻമരം കടപുഴകി വീണാണ് നെടുങ്കണ്ടത്ത് നിലവിൽ റോഡ് ഗതാഗതം താറുമാറായിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. നെടുങ്കണ്ടം ആശാരിക്കണ്ടം റോഡിലാണ് പുലർച്ചയോടുകൂടി ഒരു വൻമരം കടപുഴകി വീഴുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഒരു മരത്തിന്റെ ചില്ലകൾ മുറിച്ചു നീക്കി ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ശക്തമായ കാറ്റ് ജില്ലയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ വൻമരങ്ങളെല്ലാം തന്നെ ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം. ഇന്നലെ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത് പ്രകാരം ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് അത് KSEBക്കാണ്. ഇത്തരത്തിൽ ജില്ലയുടെ പല മേഖലകളിലും ഇപ്പോഴും വൈദ്യുതി എത്താത്ത ഒരു സാഹചര്യമുണ്ട്. വൈദ്യുതി കണക്ഷനുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത
ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ജില്ലയുടെ മറ്റ് മേഖലകളിൽ അടിയന്തര സാഹചര്യം ഏതെങ്കിലും ഉണ്ടായാൽ അതിന് വേണ്ട എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. ഈ മഴ വരും ദിവസങ്ങളിൽ തുടരുമെന്നുള്ളതാണ് നിലവിൽ മലയോര മേഖലയെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ മേഖലകൾ ഒത്തിരിയുള്ള പ്രദേശമാണ്. പ്രധാനമായും പൂപ്പാറ അതുപോലെ തന്നെ മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകൾ, ഗ്യാപ് റോഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ ശക്തി പ്രാപിച്ചാൽ മണ്ണിടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകണം, അല്ലെങ്കിൽ അതീവ ജാഗ്രത പുലർത്തണം ആളുകൾ എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള കൂടി ചേരുന്നുണ്ട്. മിഥുൻ, വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണുള്ളത്. അതോടൊപ്പം ഈ ശക്തമായ മഴയിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. അത് കുപ്പത്ത് ദേശീയപാത നിർമ്മാണ മേഖലയിൽ കൂടി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, കഴിഞ്ഞ 24 മണിക്കൂർ അതിശക്തമായ മഴ തന്നെയാണ് കണ്ണൂരിൽ പെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ അല്പം ഒരു ശമനം വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ രാത്രി പല താഴ്ന്ന ഭാഗങ്ങളിലും വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ മഴ തോർന്നതോടുകൂടി പലയിടത്തുനിന്നും വെള്ളം വലിഞ്ഞിട്ടുണ്ട്. അതേസമയം നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേശീയപാത നിർമ്മാണം നടക്കുന്ന കുപ്പം മേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ വലിയ ഉയരത്തിൽ മണ്ണ് ചെത്തിയെടുത്താണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബലക്കുറവുള്ള മണ്ണ് കൂടിയാണ് ആ പ്രദേശത്തുള്ളത്. അപ്പോൾ ചെറിയൊരു മഴ പെയ്താൽ പോലും അവിടെ നിന്ന് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇന്നും രാവിലെ മണ്ണ് ആ പ്രദേശത്ത് ഇടിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം കണ്ണൂർ അത്താഴക്കുന്ന് കല്ലുകെട്ടുചിറ എന്ന് പറയുന്ന പ്രദേശത്ത് നിരവധി വീടുകളിൽ ഈ ശക്തമായ മഴയിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു കണ്ണൂരിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കല്ലുകെട്ടുചിറ എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാണ്ട് 20ഓളം വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ചില ആളുകളെയൊക്കെ തന്നെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയോര മേഖലയിൽ നിന്ന് ഉൾപ്പെടെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്യുന്ന മഴയ്ക്ക് ഇന്ന് അല്പം കുറവ് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും വലിയൊരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മറ്റൊരു കാര്യം, പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 14 തുറന്നിട്ടുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പ്രക്രിയ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് 24 മീറ്റർ ആണ് ഈ പഴശ്ശി ഡാമിന്റെ കപ്പാസിറ്റി. അത് എത്തുന്നതിന് മുൻപേ തന്നെ കൃത്യമായി ജലനിരപ്പ് ക്രമീകരിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഡാമിന്റെ ഷട്ടറുകളിൽ ഭൂരിഭാഗവും തുറന്നിരിക്കുന്നത്. രോഹിണി, ശരി, കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നമുക്കിനി നേരെ തലസ്ഥാന ജില്ലയുടെ സാഹചര്യം കൂടി പരിശോധിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, മറ്റൊരു ന്യൂനമർദ്ദം കൂടി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിശക്തമായ മഴ മുന്നറിയിപ്പുകൾ തന്നെയാണോ വരുന്നത്? അതോടൊപ്പം മരച്ചില്ലകൾ വീടും കനത്ത മഴയിലുമൊക്കെ ചില വീടിൻ്റെ മേൽക്കൂരകൾ തകർന്നിട്ടുണ്ട്, മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് നിലവിൽ രേഖപ്പെടുത്തിയത്? വിവരങ്ങൾ. രോഹിണി, നിലവിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി വരുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നിലവിൽ മറാത്താവാദയ്ക്ക് മുകളിലായിട്ടാണ് ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഇന്ന് മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ തീരത്ത് രാത്രി വരെ 8:30 വരെ 3.4 മുതൽ 4.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. ഈ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്നത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് 5 ദിവസം ഇന്ന് 3 ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകൾക്ക് റെഡ് അലർട്ടുണ്ട്. തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട് എന്നീ ജില്ലകൾക്ക്
യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. നേരത്തെ കാലവർഷം നേരത്തെ തന്നെയാണ് 8 ദിവസം നേരത്തെയാണ് സംസ്ഥാനത്ത് പ്രവേശിച്ചത്. അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ശക്തമായ മഴ സംസ്ഥാനത്ത് തുടർന്ന സാഹചര്യമാണുള്ളത്. അതിനോടൊപ്പം തന്നെ വലിയ രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. ഈ ശക്തമായ മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടങ്ങളും സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരിയിലും തലസ്ഥാനത്തിൻ്റെ നഗരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും അടക്കം ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ട്. കടലാക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് നാശനഷ്ടമുണ്ടാകുന്നു. റോഡിലേക്ക് മറിഞ്ഞു വീഴുകയും ഗതാഗത തടസ്സമുണ്ടാക്കുകയും ചെയ്ത സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കിഴക്കൻ മേഖലയിൽ നെടുമങ്ങാടിന് സമീപത്ത് ചുള്ളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടിന് മുകളിൽ വീടിൻ്റെ തകര ഷീറ്റ് ഇളകി തെറിച്ചുപോയി ശക്തമായ കാറ്റിൽ. അതോടൊപ്പം തന്നെ മറ്റൊരു വീട്ടിൻ്റെ മുകളിലേക്ക് ഷീറ്റ് പതിക്കുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും വീട്ടിലുണ്ടായിരുന്ന അമ്മയും കുഞ്ഞുങ്ങളും അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. വീട്ടിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അറിയുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു മഴ ആണ് തുടരുന്നത്. സംസ്ഥാനത്തുടനീളം ശക്തമായ രീതിയിൽ തന്നെ മഴ തുടരുന്ന സാഹചര്യമാണ്. വരും മണിക്കൂറുകളിലും തുടർന്നും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. രോഹിണി. ശരി പ്രശാന്ത്, അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് വരും ദിവസങ്ങളിലും ഉള്ളത്. ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് തന്നെയാകും സാധ്യത എന്നുള്ളതാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ പ്രതിനിധികൾ.